നമസ്കാരം. പോലീസാണല്ലോ. ആ എന്തോ കാര്യമുണ്ടല്ലോ. പ്രസിഡന്റ് ആണല്ലോ എന്ത് പറ്റി പ്രസിഡന്റെ? പോലീസാണല്ലോ പോയത്. എന്നതാ കാര്യം? ഒരു ചെറിയ പെറ്റ് കിട്ടിയ പിള്ളേ. പേറ്റിയോ? അതെന്തിന്? എന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്നതാ. ഇന്ന് മറന്നു വന്ന് ചാടിയത് പോലീസിന്റെ ഉള്ള. ഓ, ഹെൽമെറ്റ് വയ്ക്കാത്തതിന് പോലീസ് പെറ്റി അടിച്ചല്ലേ? സാരമില്ലെന്നേ, ഞാൻ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ധൃതിയിൽ ഹെൽമെറ്റിന്റെ കാര്യം മറന്നുപോയി. പ്രായമൊക്കെ ആയില്ലേ. പ്രസിഡന്റ് പാൻ വരട്ടെ, നമുക്കിത് ചോദിക്കണം. എന്തോന്ന് ചോദിക്കാൻ? ഉള്ള പോയാട്ടെ, പെറ്റി അടച്ചോളാം. അതൊന്ത് പോക പ്രസിഡന്റ്. പ്രസിഡന്റ് ആരാണെന്ന വിചാരം? നമ്മുടെ കരയോഗത്തിന്റെ പ്രധാനപ്പെട്ട ആളല്ലയോ? അങ്ങനെയോടാണ് ഒമ്മരി വേല കാണിച്ചത്. അതൊന്നും സാരമില്ല പിള്ളേ. സാരമുണ്ട് പ്രസിഡന്റ്, സാരമുണ്ട്. പ്രസിഡന്റിന്റെ വിഷമം വന്ന ഞങ്ങൾ കരയോഗക്കാരും കരക്കാരും നോക്കിക്കണമെന്നാ പറയുന്നേ. നമ്മുടെ സമുദായത്തിന് നാണക്കേടല്ലയോ അത്? പ്രസിഡന്റ് ഒന്നും അറിയണ്ട, ദേ എന്റെ കൂടെ എന്നേച്ചാ മതി. രായൻപിള്ളേ, എന്തോന്നിത്? ചുമ്മാ രായൻപിള്ളേ. എന്തോന്നത്? ആരും കാണുന്നതില്ലല്ലോ ദൈവമേ. ഇന്ന് മൊത്തം എണ്ണക്കേടാന്നല്ലേ, വണ്ടിയും സ്റ്റാർട്ട് ആകുന്നില്ല. നമ്മുടെ ആദരനായ ഭാർഗമുള്ള ചേട്ടനോട് പോലീസുകാര് കാണിച്ചതല്ലോ അറിഞ്ഞോ നിങ്ങള്? എന്തോരായണ കാര്യം? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ലണ്ണ, ഞാനൊന്നും അറിഞ്ഞില്ല. തങ്കപ്പ, ഇന്ന് വരെ ഒരു ഉറുപ്പിനെ പോലും നോവിക്കാത്ത നമ്മുടെ പ്രസിഡന്റിനോട് പോലീസ് കാണിച്ച കൊടും ക്രൂരത. തവക്കള രായണ്ണ എന്തോ കുത്തിത്തിരിപ്പിന്റെ പരിപാടിയാ. നമുക്ക് പോവാം, നിക്കണ്ട. പോന്നവരൊക്കെ പൊയ്ക്കോ, ഞാനിവിടെ നിൽക്കും. ഈ കരക്കാർക്കും ആ പ്രസിഡന്റിന് വേണ്ടി ഞാൻ എന്റെ അവസാനത്തുള്ളിൽ ചോര ഒഴുക്കും. ഞാൻ തയ്യാറാതിന് സത്യം. ഇങ്ങനെ കോപ്പൊഴുക്കും. നീ പോടാ സമുദായ സ്നേഹമില്ലാത്തവനെ. എടാ തങ്കപ്പ, കഴിഞ്ഞ കരയോഗ കമ്മിറ്റിയിൽ പ്രസിഡന്റ് പ്രസംഗിച്ച് തീരുന്നവരെ എഴുന്നേറ്റ് നിന്നവനല്ലേടാ ഞാൻ. അതേ എനിക്ക് അച്ഛനെ പോലെയാടാ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ആ പ്രസിഡന്റിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞാൻ മരിക്കൂടാ, മരിക്കും. മോനെ തങ്കപ്പ, അങ്ങനെ ഞാൻ മരിച്ചാല് ഈ റോഡിന് അണ്ണന്റെ പേരിടണേടാ. ഉറപ്പായും തവക്കള രായൻ റോഡ് എന്ന് തന്നെ ഇടും. പവക്കളന്റെ അച്ഛനാടാ ഗുണം പിടിക്കാത്തവനെ. പോടാ. ഓ ശരി സമുദായ സ്നേഹി, ഞാൻ പോണ്. നീ പോടാ, എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ. വിനയ, പണ്ട് ഇങ്ങേര് തൂക്കൂട്ടന് കൊടുത്ത പണിയൊക്കെ അറിയാത്തോണ്ടാ. നിനക്കൊക്കെ കിട്ടും, കിട്ടുമ്പോ പഠിക്കും. അവൻ പോട്ടെണ്ണ, അണ്ണൻ കാര്യം പറ. തങ്കപ്പ, വിനയ, നമ്മുടെ കരയോഗം പ്രസിഡന്റ് പ്രായമായ ഒരു മനുഷ്യനല്ലേ. ഓർമ്മക്കുറവൊക്കെ കാണും. സ്കൂട്ടറിൽ വന്നപ്പോ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അതിനാ അമ്മമാരിങ്ങനെ കാട്ടിക്കൂട്ടിയത്. ഈ പോലീസുകാരെ കാരണം ഒരു വഴിക്ക് ഇറങ്ങാൻ വയ്യുന്നേ, ക്യാമറയും കുന്തവും. സത്യ അത് തന്നെടേ. യവന്മാര് കാരണം നമ്മള് മാന്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ശരിയാണ്, ഇത് നമുക്ക് ചോദിക്കണം, വെറുതെ വിട്ടാ പറ്റില്ല. രായൻപിള്ളേ, എന്തോ ഇത്? 2 വീലർ ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെക്കണം. അത് നമ്മുടെ സുരക്ഷയ്ക്കല്ലേ. വെക്കാത്തത് എന്റെ തെറ്റ്. പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്തു, അത്ര തന്നെ. കൊള്ളാമല്ലോ പ്രസിഡന്റ്, ഇത് എന്തൊരു ന്യായമാ? ഇന്ന് ഈ സ്ഥിതി പ്രസിഡന്റിന്, നാളെ ഞങ്ങൾക്ക് ഈ സ്ഥിതി വരത്തില്ലേ? രായൻപിള്ളേ, പോലീസിന് ആരോടും വ്യക്തിവിരോധമില്ല. ആര് തെറ്റ് കാണിച്ചാലും അവര് ശിക്ഷിക്കും. നിങ്ങളിത് വെറുതെ പ്രസിഡന്റ് ഒന്ന് ചുമ്മാരി. ഇതേ ഞാനും എന്റെ പിള്ളേരുടെ കൈകാര്യം ചെയ്തു. ഇയാൾ എന്തോന്ന് വെച്ചാ ചെയ്യും. ഒന്നാമത് സമയം പിന്നെ കരക്കാരുടെ അഭിമാന പ്രശ്നമായിരുന്നു. നീ വരുന്നോടെ. ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ നമ്മള് വരുന്നില്ലേ? ശരി ശരി, ഞാൻ പോകുന്നു. ഇങ്ങനെ ഒരു പ്രസിഡന്റ് എന്തുകൂടെ ഇത് മേത്ത് പിടിക്കുന്നതാണ്. സൂക്കൂട്ടം കേപ്പില്ലേ? അത് സൂക്കൂട്ടനാണോടാ? അവൻ തന്നെയാ. അത് ശരി, അവരെ കണ്ണിനെന്തോ പറ്റിയടാ. സൂക്കൂട്ട, ഇങ്ങോട്ട് വന്നേടാ പോലെ. നിന്റെ കണ്ണിനെന്തോ പറ്റിയടാ? എന്റെ കണ്ണിനൊന്നും പറ്റിയില്ല. കണ്ണാടിയൊക്കെ ഇട്ട് വന്നതാ. ഏത് കമറ്? ആ ഗൾഫിൽ വാച്ചിയുടെ അടുത്തുന്ന കമറോ? അവൻ വന്നോ? പിന്നെ എനിക്ക് തന്നത് സൂപ്പർ കണ്ണാടി. എനിക്ക് മാത്രമല്ല, അപ്പുറത്തെ അനിതയ്ക്കും ശ്രീജയ്ക്കും സിന്ധുവിനും ആശയ്ക്കും എല്ലാവർക്കും കൊടുത്തു. കണ്ണാടി മാത്രമല്ല, എഴുതി കാണിക്കുന്ന വാച്ചും
ഇത്രയുള്ള മുട്ടായി കൊറേ അണ്ടിപ്പരിപ്പും. അവൻ കണ്ട പെണ്ണുങ്ങൾക്കെല്ലാം പലതും കൊടുത്തു, നമുക്ക് മാത്രം അവന് ഞാൻ ശരിയാക്കി കൊടുക്കാം. എന്തരണ്ണ? എടാ മോനെ സുഖു, നമ്മള് തറവാടികളല്ലയോ, കണ്ടവന്റെ സാധനം ഒന്ന് ഓസിന് മേടിച്ചു വെക്കരുതടാ, അത് മോശമാ, മനസ്സിലായോ? അതെന്താണ്? അതൊക്കെ ഉണ്ട്. നീ ആ കണ്ണാടി ഇങ്ങോട്ടൊന്ന് ഊരിക്കേ. ഒരു കണ്ണാടി കണ്ണാടി തരത്തില്ല. ഏത് കമറ? അവന്റെ ഇക്കയുടെ കണ്ടവന്റെ സാധനം ഒന്ന് ഓസിന് മേടിച്ചു വെച്ചൂടാ. നീ ഒന്ന് പോ പോലും. ഈ പൊട്ട ഓസിന് കണ്ണാടി മേടിച്ചു വെച്ചേക്കുന്നു. ഓ രായണം, ഓസിന്റെ ജോലി നോക്കി കളഞ്ഞേക്കാം. കളഞ്ഞേക്കാടാ, നീ പോ പോലും. എടാ രായണ്ണ അതൊക്കെ കളഞ്ഞോളൂടാ, നീ പോടാ. ഓടാ. പോതണ്ട. ഡാ സുഖു, നീ എവിടെ പോകുന്നടാ? അമ്മണിക്ക് വയറിളക്കം ഉണ്ണ, വൈദ്യശാലയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ പോണു ഞാൻ. അമ്മണി അതാരടാ? കുടുംബശ്രീന്ന് പീനക്ക് കിട്ടിയ ആടെണ്ണ. വയറിളക്കം എണ്ണ 2 ദിവസമായിട്ട് പാവത്തിന്. വൈദ്യശാല അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരട്ടെ. ഓട്ടെ എണ്ണ. എടാ മോനെ സൂക്കുട്ടാ, നീ പോകല്ലേടാ, ഇങ്ങ് വാ. എന്തരാ പ്രശ്നം? എന്തരണ്ണ? എടാ നമ്മുടെ കൺകണ്ട ദൈവം, ആ കരയവും പ്രസിഡന്റിനെ പോലീസുകാർ പിടിച്ചടാ. ദേഹോദ്രവം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു, ജയിലടയ്ക്കുമെന്നും പറഞ്ഞടാ. എന്തിനണ്ണ? അറിയില്ലടാ, നമ്മുടെ സമുദായത്തിനുള്ള പോലീസുകാരുടെ പുച്ഛമാടാ അത്. ആ പാവം പ്രസിഡന്റ് പേടിച്ചാടാ പോയത്. കഷ്ടം. അണ്ണാ, ഞാൻ അമ്മണിക്കുള്ള മരുന്ന് വെച്ചോണ്ട് വരട്ടെ? വേണ്ടടാ, അതൊക്കെ പിന്നെ മേടിക്കാം. നിന്റെ ഈ ആടിന് മരുന്ന് മേടിക്കാനുള്ള പൈസ ഇല്ലേ? ഉണ്ടണ്ണാ. ഉണ്ട്. എത്ര ഉണ്ട്? എന്നാ വാ, വരും പിള്ളേരെ, നമുക്ക് ഇല്ല കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. വയറ് വിശക്കുന്നടാ, നിങ്ങൾക്ക് വിശക്കുന്നില്ല? പിന്നെ വാസു അണ്ണാ, അമ്മണിയുടെ അമ്മണിക്ക് വാങ്ങിക്കാം. വാ, നീ ഇങ്ങോട്ട് വാ. അതവിടെ ഇരിക്കട്ടെ. നീ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കണ്ട. ആ ചായ ഗ്ലാസ്സിൽ ഒഴിരേ പിള്ളേ, എടുത്ത് കുടിയടാ പിള്ളേരെ. കടിക്കാൻ വല്ലതും വേണോ എനക്ക്? വേണ്ട. അവന്റെ അമ്മയുടെ മരുന്ന്. പ്രായം പോലെ പഴയ പോലെ പറ്റിച്ചോണ്ട് പോവല്ലേ, പൈസ തരണേ. രവിയണ്ണ, എത്രയായി കാശെല്ലാം കൂടെ? 40. നേരത്തെ ഞാൻ പറ്റിയത് 50. ഇത്രേ ഉള്ളൂ. സുഖു, ആ പൈസ ഇങ്ങോട്ടാ. ഇങ്ങോട്ട് എടുക്ക് സുഖു. ആടിന് ഇന്ന രവിയണ്ണ, ബാക്കി ഞാൻ എവനെ കയ്യിന്നൊക്കെ. സൂക്കുട്ട, നിന്റെ കാശോലോട്ടോടാ എടുക്കേണ്ടായിരുന്നു. ഇനി എന്റെ ഒന്നുമില്ലണ്ണ. ഇല്ലേ? ഇല്ലണ്ണ, വെറുതെ മെനക്കേട്. സമയം ഒരുപാടായി, ഞാനങ്ങ് പോവാ. നീ ആ വൈദ്യശാലയിൽ പോയി ആടിന് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് പോ. പൈസയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടേ. ആ ശരി, ഓക്കെ. സുഖു പോകുന്നില്ലേടേ? പറഞ്ഞില്ലേ എന്റെ വേറെ കാശ്, എന്റെയിലും കാശില്ലടാ. കടയിൽ കൊടുക്കുന്നത് നീ കണ്ടില്ലയോ? പവക്കളറായിട്ട് തന്നെ കിട്ടിയോ തന്നെ. നീ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചോണ്ട് പോടാ. നമസ്കാരം. ദൈവം തമ്പുരാൻ വലിയവനാ. പണ്ടൊക്കെ പിന്നെ സുഖു ഇങ്ങോട്ട് വാടാ. സുഖു ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. ദൈവമേ, എല്ലാം ഇപ്പൊ തന്നെ ഒക്കൊന്ന് ഞാൻ വിചാരിച്ചില്ലേ. എന്തരണ്ണ? എടാ ദൈവം വലിയവനാടാ സൂക്കുട്ടാ. എന്റെ പൈസ കിട്ടിയോണ്ട? അതല്ലടാ, പിന്നെ അവിടെ കാറിലിരിക്കുന്നതേ പോലീസുകാരി സൂസിയാ. പേടിക്കാനൊന്നുമില്ലടാ. അവളുടെ ഭർത്താവാ കടയിലേക്ക് പോയത്, വരുത്തനാ. അവളെ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല.
എവളുടെ എസ് ഐ ആണ് നമ്മുടെ പ്രസിഡന്റിന് ഹെൽമെറ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പെറ്റി അടിച്ചു കൊടുത്തത്. എവളെ സീറ്റ് വലിച്ചിട്ടുണ്ടോ നീയും നോക്കിയാണ്. ആ ആ കണ്ടോ? ശരിയാ, അവര് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലണ്ണ. അല്ല രായണ്ണ, സീറ്റ് ബെൽറ്റ് ഇടാത്തതൊക്കെ വലിയ കുറ്റമാണ്. വലിയ കുറ്റമാടാ. ഹെൽമെറ്റ് ഇടാത്തതിനേക്കാളും വലിയ കുറ്റമാടാ. ആ അതാ ഞാൻ പറഞ്ഞത്. വാ നമുക്ക് ചോദിക്കാം. നിയമം എല്ലാവർക്കും ഒരേപോലെ അല്ലൂടാ. ആ എന്നാ ചോദിക്കാം. ഡേ നീ ഇവിടെ നിക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. കളി. ആ അല്ല, ഇതാര് സൂസി മോളോ? ആഹാ, രായൻപിള്ളയോ? ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാ. മോക്ക് സുഖമല്ലേ? ആ സുഖം. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു? ഹസ്ബൻഡ് ദുബായിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാ നാട്ടിൽ ലീവിന് വന്നത്. പിള്ളക്ക് ഓ അറിയില്ല. പിന്നെ ഇവിടെ കല്യാണത്തിനൊക്കെ ഞാൻ വന്നില്ലയോ? രായണ്ണനത്തിൽ ധൃതിയുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ആ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനതല്ലേ പണി. അവരെന്തൊരു പറഞ്ഞ കാര്യം പ്രശ്നമാക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാത്തത് നിങ്ങൾക്കൊക്കെ അമർഷമുണ്ടെന്ന്. അവക്കൊരു പുച്ഛം. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലടാ. പോയി ചോദിക്കടാ. നിങ്ങളൊക്കെ യുവരക്തമല്ലേ. ഞാനുണ്ടടാ പുറയില്. ഞാനെന്താ ചോദിക്കണോണ്ണ? എടാ പൊട്ട, എന്തുകൊണ്ടാ സീറ്റ് ബെൽറ്റ് ഇടാത്തേന്ന് പോയി ചോദിക്കര്. ഓ ഇങ്ങനെ ഒരു പൊട്ടൻ. രായണ്ണ അത് വേണോണ്ണ? വേണോടാ, ചെല്ല് പോയി ചോദിക്കര്. ഓ ഇത് നിന്റെ നാടല്ലയോ? ഓ അവന്റെ ഒരു പേടി. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ സീറ്റ് ബെൽറ്റ് ഇടാതല്ലോ ഇരിക്കുന്നത്? വണ്ടി നിർത്തിയിട്ടേക്കുമല്ലേ, അതുകൊണ്ടാ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞത്. രായണ്ണ വണ്ടി നിർത്തിയിട്ടേക്കുവാ, അതുകൊണ്ടാ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. അത് ശരിയാവത്തില്ല. എടാ നിയമം എല്ലാവർക്കും ഒരേപോലെയാടാ. അതെ, ഞാൻ ഇടപെട്ടാ ശരിയാവത്തില്ല. എന്നെ പിടിച്ചേ കിട്ടത്തില്ലടാ. നീ പോയി ചോദിക്കടാ. ഓ എവനെയും കൊണ്ട് തോറ്റ്. അതെ, അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാ. ഞങ്ങളുടെ പ്രസിഡന്റിനെ പിന്നെ പോലീസ് എന്തിനാ പറ്റി അടിച്ചത്? അയ്യോ, അതൊന്നും ഞാൻ അറിഞ്ഞതല്ല. അത് എസ് ഐ എങ്ങനോ ആയിരിക്കും. എസ് ഐ ആയാലും സർക്കിൾ ആയാലും നിങ്ങൾ കാണിച്ചത് മഹാമോശമാ. നിങ്ങൾ പാൻ വരട്ടെ, ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ചോദിക്കര്. അല്ല പിന്നെ അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവിടുന്ന് എല്ലാവരും പോയാ മതി. നീ പോയി ചോദിക്കടാ. അവൻ വരുത്തനടാ. ഞാൻ പുറകിലുണ്ടടാ. എടാന്നോ? നീ ആരടാ ഞങ്ങളുടെ നാട്ടിൽ വന്ന ആളാവേ? വാരത്ത എന്താടാ നീ പറഞ്ഞേ? എന്ത് എന്താടാ? എന്ത് അടിച്ചോണ്ടല്ലോ. വേണ്ട ചേട്ടാ, പ്രശ്നമാക്കണ്ട. ഇവൻ വെള്ളമാണെന്ന് തോന്നുന്നു. ഞാൻ പോലീസിനെ വിളിക്കാം. രായണ്ണ കുഴപ്പമാവോ? ഹലോ സാർ, സൂസിയാണ് സാർ. ഈ മണ്ണൂര് വരെ ഒന്ന് വരുമോ? ഇവിടെ ഒരാള് പ്രശ്നം ഉണ്ടാക്കും. എന്ത് പ്രശ്നമാടാ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കാര്യങ്ങൾ ലോകം കാണട്ടെ. നീ നാളെ സൂപ്പർ സ്റ്റാർ ആവുകടാ. സൂപ്പർ സ്റ്റാർ. അനീതിക്കെതിരെ നീ പോരാടുന്നത്. നിന്നെ നീ പിടിച്ചാ കിട്ടത്തില്ല. അത്രയ്ക്ക് വലിയനാവും നീ. സത്യം. ഇനി വെച്ചടി കേറ്റമായിരിക്കടാ നിനക്ക്. നിന്നെ പിടിച്ചാ കിട്ടത്തില്ല. അത്രയ്ക്ക് വലിയവനാവടാ നീ. ചോദിക്ക്. നീ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയാണെന്ന് വെച്ചാ വിളിയടി. ഈ നാട്ടിൽ ആണുങ്ങളില്ലെന്ന് വിചാരിച്ചോ ചോദിക്കാനും പറയാനും? നിനക്കേ വെച്ചിട്ടുണ്ടാ? സ്ത്രീകളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എത്ര മോശമാണെന്ന് അറിയത്തില്ലേ? എന്തോന്ന് മോശം? ഇത് ഞങ്ങളുടെ നാടാടാ. ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കും. അതൊന്ന് കാണട്ടെ. എന്താടാ കൊടുത്തൂടാ? വേണ്ട ചേട്ടാ, പോലീസ് വരുന്നുണ്ട്. വണ്ടിയിലോട്ട് വിളിച്ചോണ്ട് പോടാ ഇവിടെ കൂടെ. നിനക്കൊണ്ടേ ആടി ചുമന്ന കാറുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലുണ്ടടി കാറൊക്കെ. നമ്മളെ ഉണ്ടാക്കാൻ നിൽക്കുന്നു. നീ ഒന്ന് പോകണ്ടേ? ഞാൻ പറഞ്ഞിട്ട് പോയാ സൂക്കൂട്ടം പറഞ്ഞിട്ട് പോയാ സൂക്കൂട്ടം. അയ്യോ
രായണ്ണ ഓ, എസ് ഐ. രായണ്ണ പോലീസ് വരുന്നു ആ, വരട്ടെടാ. വരട്ടെടാ. പോലീസ് തടയടാ. തടയടാ. എനിക്ക് പോലീസ് വരുന്നില്ല പോലീസിനെ എനിക്ക് പേടിയാണ് തടയടാ. അണ്ണാ, തള്ളല്ലേ? തടയടാ. തള്ളപ്പണ്ണ. പറയുന്ന എന്നെ കേൾക്കണം. പേടിയാണ്. അയ്യോ 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 എന്തോടാ ഇവിടെ പ്രശ്നം? അയ്യോ. ആരാടാ നീ? ഒന്നുമില്ല എന്തോടാ ഒന്നുമില്ല പ്രശ്നം? ഒന്നുമില്ല സാർ പറയടാ. ഒന്നുമില്ല സാർ എന്തോടാ ഇവിടെ പ്രശ്നം? ഇവിടെ ഇവിടെ മൊത്തം പ്രശ്നം സാറേ പ്രശ്നം തീർത്തിട്ട് സാറുമാർ ഇവിടുന്ന് പോയാ മതി നീയാണോടാ ആ. തീരുമാനിക്കുന്നത്? ആ, ഞാൻ പ്രശ്നം തീർക്കണോ തീരുമാനിക്കുന്നു. വേണ്ടയോന്ന്? ആ, എടാ, ആ. സാറ് വിട് സാറേ സാറ് വിട് ഇരിക്കാതെടാ. ആ എവരാ പ്രശ്നം ഉണ്ടാക്കിയത് സാർ ഇതെന്റെ ഭർത്താവാണ്. ഞങ്ങളെ ഇയാൾ ഇവിടെ വെച്ച് തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഓ അത് ശരി. ആ. ശരിയാണോ ആ, നീ പറഞ്ഞത്? അത് ശരിയാ സാറേ ഏ? ഞങ്ങളുടെ ആദരണീയനായ കരയവും പ്രസിഡന്റിനെ നിങ്ങൾ പെറ്റി അടിച്ചില്ലയോ ഹെൽമെറ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അതെന്തൊരു അന്യായം നിങ്ങൾ കാണിച്ചത് എന്തെന്നെ വഴിയിൽ ചെക്കിങ് നടക്കുമ്പോ അദ്ദേഹം വന്ന് ചാടി കാണും. ഞാൻ എന്തെങ്കിലും ചെറിയൊരു താക്കീതും കൊടുത്ത് വിട്ട് കാണും. അത്രമാത്രം. താക്കീത് എന്ത് താക്കീത് ഞങ്ങളുടെ പ്രശ്നം തൊട്ടാണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും ചോരപ്പുഴ ഓ, ആ ഒരു കലാപശ്രമമാണല്ലേ? എവിടാ നിന്റെ പ്രസിഡന്റ്? പ്രസിഡന്റ് ഒക്കെ ഉണ്ട് എവിടെ പ്രസിഡന്റ്? എവിടെ? ഇവിടെ വാടാ. പ്രസിഡന്റ് എവിടാ? പുള്ളി പോയി സാറേ. അത് ശരി. എന്നിട്ടാണോ നിങ്ങൾ വരെ വഴി തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? എല്ലാത്തിനും തൂക്കിയെടുത്ത് ആകത്തിടും കേട്ടോ? സാറേ എന്താടാ ഈ പോലീസുകാരി പോലീസുകാരെ? സീറ്റ് ബെൽറ്റ് ഇടാതില്ലേ സാറേ ഈ വണ്ടിക്കകത്ത് ഇവിടെ വന്നത് എന്നിട്ട് നിങ്ങൾ താക്കീത് കൊടുത്തോ കൊടുത്തില്ലല്ലേ അത് പറ അത് പറഞ്ഞിട്ട് സാർ ഇവിടുന്ന് പോയാൽ മതി ഞാൻ ചെക്കിംഗ് നടത്തുമ്പോൾ ആര് തെറ്റ് കാണിച്ചാലും ഞാൻ പിടിക്കും. പിന്നെ ആർക്ക് പറ്റി എഴുതണം ആർക്ക് പറ്റി എഴുതണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നെ ആരും നിയമം പഠിപ്പിക്കുന്നത് കേട്ടോ? ആഹാ വരട്ടെന്നാ കൊള്ളാല്ലേ ഞാൻ പോലീസിനെ വെല്ലുവിളിക്കുന്നതാ. ആ, റാസ്കൽ, ആ, നിന്നെ ഞാൻ മേത്തോണ്ടരുത് തൊട്ടാ. ഞാൻ രണ്ടാളാ ആ, ഏത് രായണൻ? വിളിയെടാ അവനെ. രായണ്ണ രായണ്ണ കുഴപ്പത്തില്ല. ഇങ്ങോട്ട് വരായണ്ണ ഇങ്ങോട്ട് വരായണ്ണ ഓ ആരാടാ രായൻ? വാടാ അവിടെ. വാണ്ണ വാണ്ണ ഇറങ്ങി വാ അവിടെ. ഇങ്ങോട്ട് വാ. പറഞ്ഞുകൂടെ എണ്ണ നമ്മളാരാന്ന് പറയണ്ണ നീയാണോടാ രായൻ? അതെ സാറേ, ഞാൻ മനസ്സ വാച കർമ്മണ ഒന്നും അറിഞ്ഞിട്ടില്ല സാറേ. ഞാൻ ഈ വഴിയെ വെറുതെ ഇങ്ങനെ പോകുമായിരുന്നു. സാറിന് സംശയം ഉണ്ടെങ്കിൽ മേഡത്തോട് ചോദിച്ചു നോക്കിയാണ്. അതെ സാറേ രായംപിള്ള ഒന്നും പറഞ്ഞിട്ടില്ല. ആ സാറേ, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ആ. മൊത്തം പ്രശ്നം ഇവനാണ്. സത്യമാ സാറേ, ഈ കുഞ്ഞനെയും കുടുംബത്തെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്. ഞാൻ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും പോകത്തില്ല സാറേ. സാറ് സംശയം ഉണ്ടെങ്കിൽ എവരോടൊക്കെ ചോദിച്ചാട്ടെ. സുഖമില്ലാത്ത ഒരു ദണ്ഡക്കാരനാ സാറേ ഞാൻ. അതെ സാറേ, തങ്കപ്പെട്ട മനുഷ്യനാ രായണ്ണൻ. സാറേ, ഏതോ ഒരു കമറ് ഗൾഫിൽ നിന്ന് വന്നെന്നോ ഇവൻ ഏതാണ്ട് സ്കോച്ച് കുടിക്കാൻ കൊടുത്തെന്നോ രായണ്ണ. ഒക്കെ പറയുന്ന കേട്ടു. എപ്പോ? ആ കമറ് കൊടുത്തെന്നും പറഞ്ഞോണ്ടായി കണ്ണാടി എനിക്ക് തന്നത്. അയ്യോ. കളയണ്ടെന്ന് കരുതി ഞാൻ എന്റെ കൈ വെച്ചു സാറേ. സാറേ, ആ മൊത്തം പ്രശ്നത്തിന് കാരണം ആ കമറ. അയ്യോ. അവനെ പൊക്കണം സാറേ. ഓ, അത് ശരി. ആ, കമറിനെ അത് സാറേ. ഞാൻ ഇന്ന് പൊക്കിക്കോളാം. ആ. ദേ, കമറിനെ ഇന്ന് തന്നെ തൂക്കണം കേട്ടോ? സാറേ, ഞാൻ പണ്ടേ പാവ സാർ. ഇവൻ ഒറ്റ ഒരുത്തരെ സാറേ ഇതിനെല്ലാം കാരണം. അയ്യോ സാറ് വേണ്ടുന്ന രീതി ചോദിച്ചാട്ടെ. രായണ്ണ ഓട്ടെ സാറേ. അപ്പൊ എനിക്ക് പ്രഷറിന്റെ ഗുളി കഴിക്കാനുള്ളതാ സാറേ. രായണ്ണ. ഇല്ലെങ്കിൽ തല ഇറങ്ങും. അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ നിൽക്കാറുണ്ട് എന്നാ സാറേ. നിങ്ങൾ പൊക്കോ. ആ ശരി ഇനി ആർക്കും സാറേ, ഇവിടെ വലിയ ചൊറിച്ചില്? ഉപകാരം. രായണ്ണ. പാടില്ല സാറേ. ചൊറിച്ചില് ഞാൻ മാറ്റി തരും കേട്ടോ? നീങ്ങ് വാടാ. അയ്യോ എന്താടാ? അയ്യോ. എന്താ നിന്റെ പേര്? അയ്യോ പറയടാ. സൂകുട്ടൻ എന്താ? സൂകുട്ടൻ കേപ്പി KP. കൊള്ളാലോ എന്റെ പേര്. വാടാ അവിടെ. വേണ്ട സാറേ SI യെ വഴി തടഞ്ഞു നിർത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും നിനക്കെതിരെ കേസെടുക്കും. വേണ്ട കേട്ടോ? സാറേ വേണ്ട 5-6 വർഷം നീ കോടതി കയറി ഇറങ്ങും. IPC ആക്ട് 153 കലാപശ്രമം, KP ആക്ട് 120 ക്രമസമാധാനം തകർക്കൽ. കമന്റെ പേരോട് ചേർത്താൽ സാറേ ഞാൻ എന്റെ അമ്മണിയാടിന് വയറിളക്കത്തിന് മരുന്ന് വാങ്ങിക്കാൻ പോട്ടെ സാറേ ആടിനല്ലടാ. അയ്യോ. നിന്റെ പേരെ മൊത്തം ഇളക്കി തരടാ. അയ്യോ. ഉണ്ടാതെ കേരള വണ്ടിയില്. അയ്യോ വാടാ. എന്നും ചെയ്യല്ലേ വാടാ, സാറേ വാടാ. അയ്യോ സാറേ എനിക്കൊന്നും അറിയത്തില്ല സാറേ എന്തോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഓ, സാറേ കാണിച്ചു തരാടാ. എനിക്ക് പേടിയാ സാറേ പോലീസിന് പോലീസ് വണ്ടി കേറണ്ട ഞാൻ നടന്നു വരാം സാറേ വീട് സാറേ അയ്യോ അയ്യോ സാറേ അയ്യോ അയ്യോ അടിക്കല്ലേ അയ്യോ അയ്യോ അടിക്കല്ലേ സാറേ അയ്യോ രായണ അയ്യോ എന്നെ അടിക്കല്ലേ രായണ ഒന്ന് പറയണ്ട എന്നെ അടിക്കല്ലെന്ന് പറയണ്ട അയ്യോ അയ്യോ നിനക്ക് മോനെന്താടാ അവിടെ? അയ്യോ അയ്യോ വണ്ടി ഇറങ്ങ്. എന്നെ കൊണ്ടുപോകല്ലേ ദേ, വണ്ടി എനിക്ക് ഇറങ്ങ്. വീട്ടിൽ പോണേ ഇങ്ങോട്ട് പോട്ടെ. എനിക്ക് ഇവനെ വീട്ടിൽ അടിച്ചാ പോണേ മതി. എനിക്ക് എന്റെ ശരി, വീട്ടിൽ പോണേ ഇത് അയ്യോ വേണ്ട, എന്നെ വെറുതെ കൊണ്ടുപോകല്ലേ കൈക്ക് ജോലി ഉണ്ടാക്കാതെ. അയ്യോ രായണ 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 എന്നെ കൊണ്ടുപോകലെന്ന് രായണ്ണ, പറഞ്ഞു രായണ്ണ. രായണ്ണ. ഓടല്ലി പോയേനെ. രായണ മാറ്റി കണ്ടുപോയി. എന്നെ കൊണ്ടുപോകലെന്ന് പറ രായണ രായണ അയ്യാ. രായണ പോട്ടടാ, മൊത്തം പ്രശ്നം ഉണ്ടാക്കിയതാ സൂക്കുട്ടനും പിന്നെ കമറും കൂടാ.